ഹായ് എവ്രി വൺ, വെൽക്കം ടു ദാസമ്മി കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്നാക്ക് റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ ഡോണറ്റ്സ്. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കേൾക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം. യൂസ് ചെയ്തിരിക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ജീരകപ്പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മളിതാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കന്. ഫ്രൈ ചെയ്യുമ്പം അതിലേക്ക് എണ്ണയും ബട്ടറും കൂടി ചേർത്തിട്ട് വേണം നമ്മളതിൻ്റെ ഇതിൽ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കൂടുതൽ മൊരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചിക്കൻ്റെ ആ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയാൽ മാത്രം മതി. ചിക്കൻ ഒന്ന് കുക്കായിട്ടുണ്ട്, മാത്രമല്ല ഗ്രേവി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിൽ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയും ബട്ടറും കൂടി ചേർത്തിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കേണ്ടത്. അതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞ സവാളയാണ്. ഇത് എത്രയാണോ ക്വാണ്ടിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വേണ്ടത്. അതിലേക്ക് ഒന്ന് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. അതിലേക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തിടുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് പേസ്റ്റ് ആക്കിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നത്, അതാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഗരം മസാല പൊടി ഓൾമോസ്റ്റ് 1 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. അതേപോലെ മേത്തി ലീവ്സാണ്, കസൂരി മേത്തിയാണ്. മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി. ഈ ജീരകപ്പൊടി ആവശ്യമാണ്, അതാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കും. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അരഞ്ഞു വരാൻ പാടില്ല, കുറച്ച് മാത്രം. അതേ പാനിൽ നമ്മൾ നേരത്തെ ഇട്ട ചിക്കന് ഈ അരവും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ രീതിയിലൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. പച്ചമുളക് ചേർക്കാം, മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി തയ്യാറാക്കിയിട്ടാണുള്ളത്. മസാല ഫിൽ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് ക്രീമും ഒന്ന് ചേർക്കുന്നത്. അപ്പം ഇപ്പോഴിത് മാത്രം ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിന് വേണ്ട ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതിൽ 250 ml ഇളം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. അതിലേക്ക് പാല് 200 ml പാല്, 10 ഗ്രാം ഈസ്റ്റ്, 10 ഗ്രാം പഞ്ചസാര, ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം അതങ്ങ് പൊങ്ങാൻ വെക്കാം. അതിലേക്ക് 4 കപ്പ് മൈദമാവ് ചേർക്കുന്നുണ്ട്. ഈ 4 കപ്പ് മൈദമാവിൽ നമുക്ക് ഈ ഡോണറ്റ്സിൻ്റെ പാറ്ററും കൂടി തയ്യാറാക്കാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇതിന് നേരെ പകുതി എടുത്താൽ മതി. ഞാനിതിൽ 2 ടൈപ്പാണ് ഉണ്ടാക്കുന്നുള്ളത്. ഒരു ടൈപ്പ് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ടൈപ്പ് ഹുബൂസിൻ്റെ ഒരു ചെറിയൊരു ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ചേർത്ത് 15 ml എണ്ണയാണ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു ജസ്റ്റ് ഹാഫ് ആൻ അവർ ടു 1 അവർ അതൊന്ന് പൊങ്ങാൻ വെക്കുന്നുണ്ട്.
ഒരു ഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മസാല ആക്കി നമ്മൾക്കത് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മസാല ആക്കി അതിൻ്റെ അകത്ത് ഫിൽ ചെയ്തെടുക്കാം. ഇത് കുബൂസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പിറ്റ ബ്രെഡ്, അതിൻ്റെ അകത്ത് സാൻഡ്വിച്ച്, ഷവർമ ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഷവർമയാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അടുത്ത റെസിപ്പി ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വന്ന മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് നമുക്ക് വേറെ എന്തെല്ലോ കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുണ്ടാക്കുന്ന ഈ ഡോ അധികം ടൈറ്റ് ആവാൻ പാടില്ല. ഈ ഒരു ലൂസായിരിക്കണം നമ്മൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ലൂസി ആയിരിക്കണം. കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് സോഫ്റ്റായ ഡോണറ്റ്സോ അല്ലെങ്കിൽ സോഫ്റ്റായ പീറ്റ ബ്രെഡോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ഒരു മണിക്കൂറോളം നമുക്കത് പൊങ്ങാൻ വെക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർസൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചെറിയൊരു ബോളായിട്ട് അതിനെ എടുക്കും. നല്ല സോഫ്റ്റാണ്. ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ തിന്നായിട്ട് പരത്താൻ പാടില്ല. ബിക്കോസ് ഇതൊരു തടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഡോണറ്റ്സ് പോലെ പൊങ്ങി വരണം. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം പരത്തിയെടുക്കേണ്ടത്. ഞാൻ ഇതിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ മോൾഡാണ്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജാറിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കാം. കൂടുതൽ തിന്നാവാൻ പാടില്ല. നല്ല ഇതുപോലൊരു തിക്കായിരിക്കണം. അപ്പം എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒരുപാട് റൗണ്ട് ഷേപ്പ് നമുക്ക് എന്തെല്ലാം ഫില്ലിങ് ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ ചെയ്യാം. നല്ല ചൂടുള്ള എണ്ണയിൽ ചെറിയ തീ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ അകത്തൊക്കെ പൊങ്ങി നല്ല ബലൂൺ പോലെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഫില്ലിങ് ഇടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കൂടുതൽ തിന്നാവാൻ പാടില്ല. അപ്പോൾ അത് ഇതുപോലെ നല്ല പൂരിയുടെ പോലെ നല്ല പൊങ്ങി അതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ പറ്റുന്ന വിധത്തിൽ പൊങ്ങി വരും. കണ്ട ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് ഡോണറ്റ്സിൻ്റെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഫില്ലിങ് കൂടെ തയ്യാറാക്കി കുറച്ച് സലാഡൊക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ക്രീം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാലാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ചീസ് ഫില്ലിങ് അതിന് വേറെ ഒരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ അകത്തൊക്കെ നമുക്ക് ആ ഒരു ചീസ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് ആ ഫില്ലിങ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഇതും അതിൻ്റെ അകത്ത് ഈ ഡോണറ്റ്സിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് സലാഡ്, അതായത് കുറച്ച് കുക്കുംബർ, കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിലേക്ക് മയണൈസും കെച്ചപ്പും മിക്സ് ചെയ്ത് ഇത് മിക്സ്ചർ അതിൻ്റെ അകത്ത് ഒരു പൈപ്പിംഗ് ബാഗും കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്സും കമൻറ്റ്സും എഴുതി അറിയിക്കാൻ മറക്കരുത്. അതിനു മുമ്പ് നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, മാത്രമല്ല ബെൽ ബട്ടണും കൂടെ അമർത്തുക. നല്ല പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വെറൈറ്റി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.